my channel. നമ്മൾ ഇന്നുണ്ടല്ലോ എല്ലാവർക്കും ഒരു ഐഷാഡോ പാലറ്റ് വേണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ടോ? അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ടോ ഏതായിരിക്കും മേടിക്കാൻ പറ്റിയത്, കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്നാൽ കുറേ കളേഴ്സ് കിട്ടുന്നത് അവിടെ നല്ലത് കിട്ടുകയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും എന്ന് വിചാരിക്കും. അപ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് മേടിക്കാം. പക്ഷെ 36 കളേഴ്സുള്ള ഒരു ഐഷാഡോ പാലറ്റ് തികച്ചും അഫോർഡബിൾ ആയിട്ട് കിട്ടിയാൽ എങ്ങനെയായിരിക്കും, സൂപ്പർ വില. അപ്പോൾ അങ്ങനെ ഒരു പാലറ്റാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് നല്ലത് ഇതാണ് കേട്ടോ. നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഐഷാഡോ പാലറ്റാണ്. ഇതിൽ 36 കളേഴ്സാണ് ഇതിൽ വന്നേക്കുന്നത്. അത്രയ്ക്ക് നമുക്ക് എവറിഡേ കളേഴ്സ് ഉണ്ട്, ഗ്ലാം ആയിട്ട് നമുക്ക് എന്താ പറയുക ഫങ്ഷൻസിനൊക്കെ പോകാനായിട്ട് ചെയ്യാൻ പറ്റിയതുണ്ട്. ഇത് ഹൈലി പിഗ്മെന്റഡ് ഒരു ഐഷാഡോ പാലറ്റ് ആണ് കേട്ടോ. സോ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഞാൻ ഇത് ഓപ്പൺ ചെയ്യാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 699 ആണ് കേട്ടോ. 699. നമുക്കിത് ഓഫറിന് മേടിക്കുമ്പോൾ നമുക്കിതൊരു 500 കിട്ടും കേട്ടോ. സ്വിസ് ബ്യൂട്ടി വിങ്കി 36 കളേഴ്സ് ഐഷാഡോ പാലറ്റ്. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ബ്ലാക്ക് ഒരു പാലറ്റ് ആണ്, വിച്ച് ഇസ് വെരി നൈസ്. പിന്നെ എന്താ പറയുക, അധികം വെയിറ്റും ഇല്ല, വെരി ലൈറ്റ് വെയിറ്റ്. അതുകൊണ്ട് നമുക്കിത് ട്രാവൽ ഫ്രണ്ട്ലി ആണ്. നമുക്ക് എവിടേക്ക് പോവുകയാണെങ്കിലും നമ്മുടെ ബാഗിലൊന്ന് ജസ്റ്റ് ഇട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. കാരണം ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, വെയിറ്റ് ചെയ്ത് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് ഈ പാലറ്റ് ഒന്ന് തുറക്കാം കേട്ടോ. ഇത് സുഖമായിട്ട് നമുക്കിത് ഇതിവിടെ ഇങ്ങനെ ഇതുണ്ട്, അത് വെച്ച് ഇങ്ങനെ തുറക്കാം. കണ്ടില്ലേ? ഇത് പിന്നെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇവർ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ഒരു ഇത് വെച്ചിട്ടുണ്ട്, സെപ്പറേറ്റ് ചെയ്യാൻ കളേഴ്സ് അങ്ങോട്ട് മിക്സ് ആയി പോകാണ്ടിരിക്കാൻ. അത് ഇങ്ങനെയാണ് നമ്മുടെ പാലറ്റ് വരുന്നത്. കണ്ടില്ലേ? 36 കളേഴ്സാണ് ഇതിലുള്ളത്. നമുക്ക് ബേസും ഷിമ്മറി ആയിട്ടുള്ളതും ഒക്കെ എല്ലാ ടൈപ്പ് ഓഫ് കളേഴ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് സ്മോക്കി ഐസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റിയ നല്ല ഡാർക്ക് ബ്രൗണും ബ്ലാക്ക് ഒക്കെ ഉണ്ട് കേട്ടോ. നന്നായിട്ട് നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ കളേഴ്സ് ഒക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് ഞാനൊരു ഐ ലുക്ക് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് പകുതി മനസ്സിലാവും ഇത് എത്രത്തോളം നമുക്ക് അഫോർഡബിൾ ആണ്, എത്രത്തോളം നല്ല വർത്ത് മണിയാണ്. നമുക്ക് നോക്കി നോക്കാം. നമ്മൾ ഒരു ഐ മേക്കപ്പ് ചെയ്യുന്നേക്കാളും മുന്നേ നമ്മൾ ഐസ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതായത് നമ്മൾ ഐസിന് റെഡി ആക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ചെയ്യാണ്ട് ഐ ഷാഡോ ഇട്ട് കഴിഞ്ഞാൽ നോ എഫക്റ്റ്. അപ്പോൾ ഞാനിവിടെ ഒരു കൺസീലർ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കൺസീൽ ചെയ്യാൻ കേട്ടോ എൻ്റെ കണ്ണിന് ചുറ്റും. കാരണം അല്ലെങ്കിൽ നമുക്ക് ഈ കളേഴ്സ് അത്രയ്ക്ക് എഫക്റ്റീവായിട്ട് കിട്ടത്തില്ല, ബ്ലെൻഡ് ചെയ്തൊന്നും കിട്ടത്തില്ല നമുക്ക്. ഞാനിതൊന്ന് സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ കണ്ണ് രണ്ടും സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാനൊരു ബേസ് കോട്ട് കൊടുക്കാൻ പോകാൻ ഇതിന്. ഞാനിത് ഒരു ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. കുഞ്ഞൊരു ടിപ്പുള്ള ബ്രഷാണ് ഞാൻ ചെയ്യുന്നത്. ഇതിന് ഞാൻ ഈ ഒരു ഡാർക്ക് ബ്രൗൺ കളർ എടുത്തിട്ട് ജസ്റ്റ് ഒന്നൊരു ബേസ് കൊടുക്കാൻ പോവാണ്. ഭയങ്കര പൊടി പോലെയുള്ള ഒരു ഐഷാഡോ ആണ് കേട്ടോ. എനിക്ക് എൻ്റെ കണ്ണിൻ്റെ താഴോട്ട് ഇങ്ങനെ വീണിട്ടുണ്ട്, പൊടി തെറ്റത് പോലെ. അത് ഞാൻ സെറ്റിംഗ് പൗഡർ ഇട്ട് ലാസ്റ്റ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്കത് ആ ഒരു ഡിഫക്റ്റ് നമുക്ക് മാറ്റി കൊടുക്കാം. ഞാനിത് ജസ്റ്റ് ബേസിൽ കൊടുക്കുന്നു. ഞാൻ ഈ കണ്ണിന് കൊടുത്തു. ഞാൻ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റിന് ഇതിൽ കാണിച്ചാണ്. ഞാൻ ഈ കളർ എടുക്കുമ്പോൾ കണ്ടോ പൊടിഞ്ഞ് വരാണ് സംഭവം ഭയങ്കര സെറ്റ് ചെയ്തിട്ടല്ലേ ഇരിക്കുന്നത്. നമുക്ക് തൊടുമ്പോഴേക്കും പൊടി ഇങ്ങനെ വീഴുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത കളേഴ്സിലേക്ക് അത് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. നന്നായി ബ്ലെൻഡ് ചെയ്താലാണ് നമുക്ക് ആ ഒരു ലൈറ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ സംഭവം. നന്നായിട്ട്
കണ്ടാൽ ഞാൻ ബേസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ട്രാൻസിഷൻ കളർ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഐഷാഡോ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. പലർക്കും പല രീതിയിലാണ് അവർ ആ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നോക്കുന്നില്ല എന്തൊക്കെ സ്റ്റെപ്പാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ഇപ്പോൾ എൻ്റെ ഐസ് ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇനി എടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെഡും നൈസാണ്. ബട്ട് ഇതാണ് കുറച്ചും കൂടി ഗ്ലിറ്ററി പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു ഷെയ്ഡ് ഞാൻ എടുക്കാൻ പോകുന്നത് സെയിം ബ്രഷ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടിപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് കുടഞ്ഞിങ്ങനെ കളഞ്ഞാൽ നന്നായിരിക്കും. അതിൻ്റെ പൊടിഞ്ഞ് വരുന്നുണ്ട്. പക്ഷെ ഇതേ ബ്രഷിൻ്റെ ടിപ്പിൽ ഇത് കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മളിത് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മിഡിൽ ഞാൻ കൊടുക്കാൻ പോകണം കേട്ടോ. വളരെ കുറച്ച് ഞാൻ കൊടുത്തിട്ടുള്ളൂ മിഡിലിൽ. അതുപോലെ തന്നെ ഈ ഐസിന് ഞാൻ കൊടുക്കട്ടെ. യെല്ലോ കളറാണ് ഞാൻ എടുക്കുന്നത്. ഷിമ്മറി ഞാൻ ഈ ഇന്നർ കോർണറിലേക്കാണ് ഇത് കൊടുക്കുന്നത്. ഞാനത് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ഇത് ഡിസഡ്വാൻറ്റേജ് എനിക്ക് ഫീൽ ചെയ്തത് കണ്ടില്ല, എൻ്റെ ഫേസിൽ മൊത്തം അത് വീണിട്ടുണ്ട്. സ്റ്റിക്കി ആയിട്ട് നിൽക്കുന്നുണ്ട് എൻ്റെ ഫേസിൽ. സോ എനിക്ക് തോന്നുന്നു എപ്പോഴും നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഇപ്പോൾ ഈ ഒരു പാലറ്റ് വെച്ചാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഐ മേക്കപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആ പൊടിയൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രം ഫൗണ്ടേഷനും കോമ്പാക്റ്റൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ബുദ്ധിമുട്ട് വരത്തില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നമുക്ക് ഇനി കാജൽ അപ്ലൈ ചെയ്യണം, നമുക്ക് മസ്കാര ഇടണം. എപ്പോഴാണ് ഇത് കറക്റ്റ് ഫിനിഷിങ് വരത്തുള്ളൂ. പിന്നെ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. ഇത് ഇത്രയൊന്നും ചെയ്താൽ പറ്റും. നന്നായി ബ്ലെൻഡ് ചെയ്താലാണ് ആ ഒരു സ്മൂത്ത് ഫിനിഷ് നമുക്ക് കിട്ടത്തുള്ളൂ. ജസ്റ്റ് ഡെമോ നിങ്ങൾക്ക് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെയും കുറേ വർക്കൗട്ട് ചെയ്യാനുണ്ട് നമുക്ക് ഈ ഐസ് പെർഫെക്റ്റ് ലുക്കിൽ കിട്ടാനായിട്ട്. സോ അങ്ങനെ നമ്മൾ ഫിനിഷ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ ഏത് ഡ്രസ്സാണ് ഇടുന്നത് അതിനനുസരിച്ച് നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഹൈലി പിഗ്മെന്റഡ് ആണ് സംഭവം. നമുക്ക് നന്നായിട്ട് ആ ഒരു കളർ എടുത്ത് വരുന്നുണ്ട് നമ്മുടെ സ്കിന്നിൽ. മേ ബി നമ്മൾ കൺസീൽ ചെയ്തിട്ട് ആണ് നമ്മളിത് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ കളർ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ. സോ അത് മറക്കരുത്. കൺസീലർ ഇല്ലാത്തവർ ജസ്റ്റ് ഒരു ഫൗണ്ടേഷൻ ആയാലും കുറച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് ചെയ്യാം. അപ്പോൾ സൂപ്പറായിരിക്കും. നമുക്ക് സ്മോക്കേസ് ചെയ്യാനുള്ള എല്ലാ കളേഴ്സും ഉണ്ട്. ബ്ലാക്ക്, ബ്രൗൺ, ഡാർക്ക് ബ്രൗൺ ഒക്കെ ഉണ്ട് കേട്ടോ. എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രൈസിന് വേർത്താണ് ഈ ഒരു പ്രോഡക്റ്റ്. ബിഗിനേഴ്സിന് സൂപ്പർബാണ്. നമുക്ക് ഈ ഒരു റേറ്റിന് നമുക്ക് ഇത്രയും കളേഴ്സ് കിട്ടുന്നില്ലേ. ഇതാണ് എനിക്ക് ഈ പ്രോഡക്റ്റിനെ പറ്റി പറയാനായിട്ടുള്ളത്. ഞാൻ മേടിച്ചിരിക്കുന്നത് നൈക്കയിന്നാണ് മേടിച്ചത്. നിങ്ങൾക്ക് ഇതുപോലെ ഓഫേഴ്സ് വരുമ്പോൾ ഇതിനേക്കാളും കുറേ നന്നായി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇത് യൂസ് ബിഫോർ 2024 ആണ്. ഇത് മാനുഫാക്ചറിംഗ് ഡേറ്റ് 2020 ആണ്. ഇനി 4 വർഷത്തേക്ക്. ഓ മൈ ഗോഡ്, ഇത്രയും കളേഴ്സ് ഉണ്ട്. നമ്മൾ എന്തായാലും ഇത് വേർത്താണ്. നമ്മൾ എന്തായാലും ഒരു വട്ടെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ടൈം ഗ്യാപ്പിൽ നമുക്ക് ഇത്ര വർഷത്തിൻ്റെ ഇടയിൽ നമ്മൾ എന്തായാലും യൂസ് ചെയ്യും. ഇതിൽ ഗ്ലാസ് ഒന്നും ഇല്ലാത്ത, മിററൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പൊട്ടത്തുമില്ല. എനിക്ക് എൻ്റെ മുമ്പത്തെ ഒരു ഐഷാഡോ പാലറ്റിൽ മിറർ ഉണ്ടായിരുന്നു. അത് പൊട്ടി കഴിയുമ്പോൾ പിന്നെ നമുക്ക് പേടിക്കണം. കാരണം അതിൻ്റെ പൊട്ടികൾ ഇങ്ങനെ ഇതിലേക്ക് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ഈ പ്രോഡക്റ്റിൽ അങ്ങനെയില്ല. നമുക്ക് പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ ഒരു പ്ലാസ്റ്റിക് ഇത് മിസ് ഔട്ട് ചെയ്യാണ്ട്, അതായത് നമ്മൾ എവിടെയും വെച്ച് കഴിഞ്ഞാൽ പിന്നെ എടുത്ത് വെക്കാൻ മറക്കും. പിന്നെ അതിൽ നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു പ്രോഡക്ട്സ് റിവ്യൂസ് ഒക്കെ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യേണ്ട. നമ്മൾ ആ പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യുന്നതാണ്. സോ അടുത്ത വീഡിയോസ്
റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. ദിസ് ഈസ് യുവർ ഗേൾ ജാൻസി.